യുക്രൈൻ പരാജയം ഉറപ്പാക്കാൻ ഏത് മാർഗവും പ്രയോഗിക്കാൻ തയ്യാറാണെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈപ്പർസോണിക് മിസൈലിന്റെ ഉപയോഗം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയവെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ പ്രസ്താവന എന്ന് പറയുന്നത്. യുക്രൈൻ ദീർഘദൂര ആയുധങ്ങൾ നൽകുന്ന യുഎസിനും സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഉപയോഗം. യുക്രൈന്റെ തന്ത്രപരമായിട്ടുള്ള പരാജയം ഉറപ്പാക്കാൻ മോസ്കോ ഏത് മാർഗവും പ്രയോഗിക്കുമെന്ന് അവർ മനസ്സിലാക്കണമെന്നും ലാവ്റോവ് പറഞ്ഞിരുന്നു. ലോകരാജ്യങ്ങളിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താനാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമം നടക്കുന്നത്. റഷ്യ ആകട്ടെ നിയമാനുസൃതമായിട്ടുള്ള സുരക്ഷാ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. റഷ്യയുടെ ദേശീയ സുരക്ഷ സംബന്ധിച്ച് ചർച്ചകൾ നടത്താൻ യുഎസും സഖ്യകക്ഷികളും വിസമ്മതിച്ചു. സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 2022 ഏപ്രിൽ തുർക്കിയിൽ നടന്ന ചർച്ചകളിൽ ഒരു കരാറിനുള്ള നിർദ്ദേശങ്ങൾ 2 തവണ നിരസിച്ചതിലൂടെ യുക്രൈൻ അതിന്റെ പ്രാദേശിക സമഗ്രത നിലനിർത്താനുള്ള അവസരം നഷ്ടപ്പെട്ടുവെന്നും ലാവ്റോവ് വ്യക്തമാക്കി. ഞങ്ങൾ ഈ യുദ്ധം ആരംഭിച്ചിട്ടില്ല. നാറ്റോ സേനയെ റഷ്യ അതിർത്തികളിൽ വിന്യസിക്കുന്നതിന് പ്രശ്നം സൃഷ്ടിക്കുമെന്ന് വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അവതരിപ്പിച്ച സമാധാന പദ്ധതിയും ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ച വിജയ പദ്ധതിയും അർത്ഥരഹിതമാണ് എന്നും ലാവ്റോവ് പറഞ്ഞിരുന്നു. അതേസമയം സിറിയൻ സൈനികരും റഷ്യൻ എയർസ്പേസ് ഫോഴ്സും ഹോംസ്, ഹമ പ്രവിശ്യകളിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലും വിതരണ റൂട്ടുകളിലും വലിയ തോതിലുള്ള സംയുക്ത ആക്രമണം നടത്തിയതായിട്ട് സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഹമ, ഹോംസ് പ്രവിശ്യകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സൈന്യം പീരങ്കിയും റോക്കറ്റ് പീരങ്കികളും ഉപയോഗിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങളിലും അവരുടെ വിതരണ റൂട്ടുകളിലും വലിയ തോതിൽ ആക്രമണം നടത്തിയെന്നാണ് പറഞ്ഞത്. കൂടാതെ സിറിയൻ റഷ്യൻ യുദ്ധവിമാനങ്ങൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ വടക്കുകിഴക്കൻ ഭീകര കേന്ദ്രങ്ങളിലെ ഹോംസ് പ്രവിശ്യയിൽ 10 തീവ്രവാദികളെയും അവരുടെ ഉപകരണങ്ങളെയും ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. സുവൈദ, ദാറ എന്നീ നഗരങ്ങളിൽ നിന്ന് സിറിയൻ സൈന്യത്തിൽ തന്ത്രപരമായി വീണ്ടും വിന്യസിക്കുകയും ആ പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിരോധ നിര സ്ഥാപിച്ചതായിട്ടും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഭീകര സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം, സിറിയൻ പ്രതിപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന മറ്റ് സായുധ സംഘടനകൾക്കൊപ്പം നവംബർ 29-ന് വടക്കൻ ഇഡ്ലാമിൽ നിന്ന് അലപ്പോ, ഹമ നഗരങ്ങളിലേക്ക് മുന്നേറിയ വലിയ തോതിലുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം തീവ്രവാദികൾ സിറിയയിലെ 2ാമത്തെ വലിയ നഗരത്തിന്റെയും അതിന്റെ ചുറ്റുപാടുകളെയും നിയന്ത്രണം പിടിച്ചെടുത്തിരുന്നു. അലപ്പോ പിടിച്ചടക്കിയതിനെ തുടർന്ന് ഭീകര സംഘങ്ങൾ ഹമ നഗരത്തിലേക്കും കടന്നുകയറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തു. മറാത്ത് അൽ നുമാൻ പട്ടണം പിടിച്ചെടുക്കുകയാണ് പിന്നീട് ചെയ്തത്. എന്നാൽ ഡിസംബർ 1-ന് സിറിയൻ ആർമി കമാൻഡർ ഹമയിലെ തീവ്രവാദ മുന്നേറ്റം തടയുകയും സർക്കാർ സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചതായും തീവ്രവാദികൾ നേരത്തെ പിടിച്ചെടുത്ത നിരവധി സെറ്റിൽമെന്റുകൾ തിരിച്ചുവിട്ടതായും അറിയിച്ചിരുന്നു. ഇതിന് പിന്നിലാണ് ഇപ്പോൾ റഷ്യയും വന്നിരിക്കുന്നത്.